ഗുഡ് മോർണിംഗോ അല്ല ഗുഡ് ആഫ്റ്റർനൂൺ അല്ല ഇതിലേതോ ഒന്ന് കറക്റ്റായിട്ട് പറഞ്ഞാൽ 11 മണിയായിട്ടുണ്ട് കേട്ടോ. എൻ്റെ ലൈഫിലെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഷൂട്ട് ചെയ്യാൻ പോവുകയാണേ. ഇന്നൊരു ഞായറാഴ്ചയായിരുന്നു, അപ്പോൾ ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല. കൂടാണ്ട് പള്ളിയിൽ കുർബാന വൈകിട്ടായിരുന്നേ. അപ്പോൾ പതിവിലും വിപരീതമായിട്ട് കുറച്ച് കൂടുതൽ ഞാനങ്ങ് ഉറങ്ങിപ്പോയി. വല്ലപ്പോഴും ഇല്ലേ, സാരമില്ല, ഉറങ്ങുന്നത് നല്ലത് തന്നെ. എഴുന്നേറ്റ പാടെ എന്താ ജനാലയൊക്കെ അങ്ങ് തുറന്നു. പുറത്ത് നോക്കിയപ്പോൾ നല്ല മഴ, ഒരു അടിപൊളി ക്ലൈമറ്റ്. അപ്പോൾ എന്താ ഫോണിലും കുത്തി ഒരു 5-10 മിനിറ്റ് അങ്ങനെ അങ്ങ് ഇരിപ്പായി. വിശപ്പിൻ്റെ വിളി വന്നിട്ടാണോ എന്നറിയില്ല, ഇരുന്നിടത്തുനിന്ന് ടപേന്ന് അങ്ങ് ചാടി എഴുന്നേറ്റു കേട്ടോ. എഴുന്നേറ്റ പാടെ ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. അപ്പം എന്താ നിങ്ങൾ കരുതും എന്താ വീഡിയോ എടുക്കുമല്ലേ, അതാവും ബെഡൊക്കെ നല്ലോണം വൃത്തിക്ക് വിരിച്ചിടുന്നതെന്ന്. അങ്ങനെ ഒന്നും അല്ല കേട്ടോ. ഒന്നില്ലെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ ഹസ്ബൻഡ്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വന്നപ്പോഴാണ് ഈ പുള്ളിയെ പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽ പെട്ടത്. കക്ഷി ഇവിടെ കിടന്ന് നല്ല ഉറക്കമായിരുന്നെന്ന് തോന്നുന്നു. പുള്ളിക്കാരനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. എൻ്റെ മോർണിംഗ് റുട്ടീൻ ഇവിടെ നിന്നാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് എൻ്റെ കൂടെ ഇതിൽ നിന്നാണ് കഥ തുടങ്ങുന്നത് കേട്ടോ. വെറും വയറ്റിൽ ഇതിൽ നിന്ന് ഒരെണ്ണം, ഇനി ഒരു മണിക്കൂർ നോ ഫുഡ്. അപ്പോൾ ഈ ഒരു സമയത്ത് പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷായി കേട്ടോ. മഴയൊക്കെ പെയ്തതല്ലേ, അപ്പോൾ ബാൽക്കണിയിൽ നിന്നുള്ളൊരു അടിപൊളി വ്യൂ നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയേ. പക്ഷേ വെരി സോറി, ഞാൻ പല്ല് തേക്കാൻ പോയ ഗ്യാപ്പിൽ മഴ ഇങ്ങോട്ടോ പോയി. സാരമില്ല, ഇപ്പം നല്ല കാറ്റുണ്ട് കേട്ടോ. ഇവിടുത്തെ വ്യൂ എങ്ങനെ, അടിപൊളിയല്ലേ? എന്ത് ഭംഗിയാട്ടോ കാണാൻ. അപ്പോൾ വീടിൻ്റെ ചുറ്റിൽ എന്തോരം തെങ്ങാന്ന് കണ്ടോ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ വീട്ടിൽ ഒറ്റ തെങ്ങ് പോലും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് ഇവിടത്തൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ താഴേക്ക് പോവാം. ഞാൻ വീഡിയോ എടുക്കുന്നത് ആരോ കണ്ടിട്ടുണ്ട്, അതാരെയും കാണാത്തത് കേട്ടോ. ഇതേ ആകെ ഇവൻ്റെ മുഖത്തൊരു പുച്ഛഭാവം മാത്രം, കൂടെ ഒരു മൈൻഡ് വോയിസും കൂടെ. എന്ത് പ്രഹസനമാണ് സജി, എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഡോൺ മൈൻഡ്. നമുക്ക് നേരെ മുറ്റത്തോട്ട് പോകാവേ. മുറ്റത്തെ കാഴ്ചകളും അതിഗംഭീരം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഗാർഡൻ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തതിൽ ഒരു കഥയുണ്ടേ. അപ്പോൾ കഥ കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി, അടുത്തത് ഞാൻ അതിടുന്നതാണ് കേട്ടോ. എല്ലാം കൊണ്ട് ഞാൻ എൻ്റെ ഗാർഡൻ അതിമനോഹരമാക്കിയിട്ടുണ്ട്. പൊതുവേ ഞാൻ പകല് ചെടിക്ക് വെള്ളം ഒഴിക്കാറില്ല. പക്ഷേ ഞങ്ങളുടെ ഈ ക്രീപ്പർ ജസ്റ്റ് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്യും. നല്ലോണം വെയിലടിക്കുന്ന ഭാഗമായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യും. അപ്പോഴെൻ്റെ കണ്ണിൽ ഇത് വെട്ടത് കണ്ടോ. ഇങ്ങനെയുണ്ട്. 2 പേര് ഞങ്ങളുടെ ഇവിടെ ഹോം സ്റ്റേയിലാണ്. അപ്പോൾ പകല് അവർ ഭക്ഷണം തേടി പോവും, വൈകുന്നേരം വരും. അവരില്ലാത്ത സമയത്ത് ഞാനൊന്ന് നോക്കി, അകത്ത് 3 മുട്ട കിടപ്പുണ്ട്. അതെന്തായാലും ബിരിയാണി ഏകദേശം ഇനി 1 മാസം കൂടെ എടുക്കും. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ തരുന്നതാവും കേട്ടോ. ചെടിക്ക് വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് നിന്നപ്പോൾ ഇവൻ്റെ ഒരു വരവ്. ഇനി എന്നെ കൂടെ പരിചയപ്പെടുത്തൂ എന്ന ഭാവത്തിൽ പരിചയപ്പെടുത്താലോ. ഇവൻ്റെ പേര് കുട്ടു, ഞാൻ വിളിക്കുന്നത് കുഞ്ഞു എന്നാണേ. കുഞ്ഞോന്ന് നീട്ടി ഒരു വിളിക്കുമ്പോഴത്തേക്കും എവിടെ നിന്നാണേലും ഇങ്ങെത്തിയേക്കും കേട്ടോ. അപ്പോൾ അവൻ്റെ വിശേഷങ്ങളും ഞാൻ ഉടനെ പറയുന്നതാണേ. വിശപ്പിൻ്റെ വിളി വീണ്ടും വന്നു തുടങ്ങി. ഇപ്പോൾ സമയം നോക്കി മെഡിസിൻ കഴിച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ ആവാറായിട്ടുണ്ട്. അപ്പോൾ ഒന്നും നോക്കിയില്ല, വേഗം അടുക്കളയിൽ പോയി പ്ലേറ്റ് എടുത്തു. എന്തൊക്കെയാണ്ടെന്ന് നോക്കിയപ്പോൾ എന്താ ഒറട്ടിയുണ്ട്, പൂരിയുണ്ട്, ചിക്കൻ കറി ഉണ്ട്. അടിപൊളിയാണ്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒരുമിച്ചാവാന്ന് കരുതി 1 ഒറട്ടിയും 2 പൂരിയും കുറച്ച് ചിക്കൻ കറിയും 1 ഗ്ലാസ് പാലും കൂടി എടുത്ത് അങ്ങ് ശാപ്പാട് തുടങ്ങി. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ലേശം TV ആണെന്ന് വെച്ചേ. അപ്പോൾ വന്നിരുന്നപ്പോൾ നമ്മുടെ ന്യൂസ് പേപ്പറിൽ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന മൂവിയുടെ ആഡ് കിടക്കുന്നുണ്ടു. മറ്റൊന്നും നോക്കിയില്ല, നേരെ ആ മൂവി ഇട്ടു. നല്ല മൂവിയാട്ടോ, നല്ല കോമഡി ഉണ്ട്, ഒരു ഫാമിലി മൂവിയാണേ. നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നത് കേട്ടോ. മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ 3 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ ഇരുന്നിട്ടാവണം, വീണ്ടും വിശക്കുന്നുണ്ട്. കിച്ചണിൽ നോക്കിയപ്പോൾ ഒരു ആപ്പിൾ ഉണ്ടായിരുന്നേ. ഇന്ന് പള്ളിയിൽ വൈകിട്ട് കുർബാനയെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ ഇച്ചിരി പണി കിടപ്പുണ്ട്. നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്യണം, കുളിക്കണം. അപ്പോൾ ഈ ഒരു ഫ്ലോറൽ കോട്ട് സെറ്റാണ് ഞാൻ ഇടാനായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ബേബി പിങ്ക് കളർ ഷെയ്ഡ്. വീഡിയോയിൽ കാണാൻ അധികം മെനയില്ലെന്ന് തോന്നുന്നുണ്ടല്ലേ. കുഴപ്പമില്ല, ഇനി ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ ഒരു വമ്പൻ കുളിയൊക്കെ പാസ്സാക്കിയിട്ട് പള്ളിയിൽ പോകാനായിട്ട് ഇവിടെ എല്ലാവരും റെഡിയായിട്ടുണ്ട്. കൂടെ ഞാനും. ഡ്രസ്സ് എങ്ങനെയുണ്ട്? നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടതുപോലെ അല്ലല്ലേ. ഞാൻ ഇട്ടപ്പോൾ കുറച്ചുകൂടെ ഭംഗി കൂടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 5:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. വീട്ടിൽ നിന്ന് പള്ളിയിൽ പോകുന്ന വഴി കാണുന്ന നല്ല ഭംഗിയാട്ടോ, പ്രത്യേകിച്ച് വൈകുന്നേരത്ത്. എന്താ തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സമയം. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി. പള്ളിയിൽ ഈ ആഴ്ച തിരുനാൾ തുടങ്ങാൻ പോവുകയാണേ. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് ഈ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുർബാനയൊക്കെ കഴിഞ്ഞു ഒരു 8 മണി ആയപ്പോഴത്തേക്കും
ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയായിരുന്നു. ഉച്ചയ്ക്ക് കഴിക്കാത്തോണ്ടാണോ എന്നറിയില്ല, ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ടായിരുന്നേ. പൊതുവേ ഞാൻ രാത്രിയിൽ ചോറ് കഴിക്കാറില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി രാവിലത്തെ പൂരി ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, 4 കുഞ്ഞൻ പൂരിയും ചൂടാക്കിയെടുത്ത ചിക്കൻ കറിയും കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു. കഴിച്ച സാധനം ദഹിക്കാനായിട്ടേ ഒരല്പം ഐസ്ക്രീമും കൂടെ ഞാൻ അകത്താക്കുന്നുണ്ടേ. എവിടുന്നാന്നറിയില്ല, എല്ലാവരും ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ പങ്ക് കൊടുക്കാണ്ട് ആശാൻ ഇവിടെ നിന്നും പോകത്തില്ല. അപ്പോൾ ഞാൻ കഴിക്കുന്ന കൂട്ടത്ത് അവന്റെ വയറ്റിൽ ഇച്ചിരി പോകുന്നുണ്ടായിരുന്നേ. മുറ്റത്തിരുന്നപ്പോൾ ചെറിയ രീതിയിൽ മഴയുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നെന്തായാലും ചെടിക്ക് വെള്ളം ഒഴിക്കേണ്ടി വന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഈ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ. സമയം 10 മണി ആയിട്ടുണ്ടേ. നാളെ രാവിലെ ഡ്യൂട്ടിക്ക് പോകണം. എന്തായാലും ഇനി ഇരുന്നാലും ശരിയാകത്തില്ല. എൻ്റെയും കുഞ്ഞുൻ്റെയും കിളികളുടെയും ഒക്കെ കൂടുതൽ വിശേഷങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക കേട്ടോ.